6 സെഷനിലായിട്ടാണ് എക്സാം നടന്നത്. ഓരോ സെഷനിലും 75 മാത്തമാറ്റിക്സ്, 45 ഫിസിക്സ്, 30 കെമിസ്ട്രി, അങ്ങനെ 150 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 1-3 ഉണ്ട്, 3-1 നോ പ്രോബ്ലം. 2-3 വന്ന സ്ഥിതിക്ക് ആര് വേണം? 3-2 വേണം. AB ഉണ്ടെങ്കിൽ BA വേണം. AB ഇല്ലെങ്കിൽ BA വേണമെന്നില്ല. AB അവിടെ ഉണ്ടെങ്കിൽ BA വേണം. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അതാണ് ഇന്നിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെറ്റ്, റിലേഷൻ ആൻഡ് ഫങ്ഷനിൽ നിന്ന് 13 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു പ്രൊഫസർ PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസ്. നിങ്ങൾ 2026 ഏപ്രിൽ കീം എൻട്രൻസ് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2025 എൻട്രൻസ് എഴുതിയവർക്ക് 2024 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു യൂട്യൂബിൽ. അതുപോലെ തന്നെ 2026 ഈ വർഷം എൻട്രൻസ് എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കായിട്ട് 2025 കഴിഞ്ഞ വർഷം നടന്ന കേരള എൻട്രൻസ് എക്സാമിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് 3 സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ വൈസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡീറ്റെയിൽഡ് സൊല്യൂഷൻ, വീഡിയോ സൊല്യൂഷൻ ഓരോ ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. ആദ്യമായിട്ട് മാത്തമാറ്റിക്സിലേക്ക് വന്നാൽ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷം 2025 6 സെഷനിലായിട്ടാണ് എക്സാം നടന്നത്. ഓരോ സെഷനിലും 75 മാത്തമാറ്റിക്സ്, 45 ഫിസിക്സ്, 30 കെമിസ്ട്രി, അങ്ങനെ 150 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. മാത്തമാറ്റിക്സിലേക്ക് വന്നാൽ 75 ക്വസ്റ്റ്യൻസ് ഓരോ സെഷനിലും, അങ്ങനെ 6 സെഷനായിട്ട് എക്സാം നടന്നു. അപ്പോൾ 75 × 6 450 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സിൽ നിന്ന് മാത്രമുണ്ട്. ഈ 450 ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ചാപ്റ്റർ സെറ്റ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അതാണ് ഇന്നിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സെറ്റ്, റിലേഷൻ ആൻഡ് ഫങ്ഷനിൽ നിന്ന് 13 ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അതായത് കഴിഞ്ഞ വർഷം 2025 450 മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യനകത്ത് 13 ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം, +1 സെറ്റ്, റിലേഷൻ, ഫങ്ഷൻ, അതുപോലെ തന്നെ 12ലും, അങ്ങനെ 3 ചാപ്റ്ററുകളിൽ നിന്നായിട്ട് 13 ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. അതിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാം. പ്രധാനമായ കാര്യം, നിങ്ങൾ 2026 കീമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ക്രാഷ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ബാച്ച് CBSE സ്റ്റുഡൻസിനായിട്ട് മാർച്ച് 13 സ്റ്റാർട്ട് ചെയ്യും. മാർച്ച് 13 ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. കാരണം നിങ്ങൾക്കറിയാം, ഏപ്രിലാണ് എൻട്രൻസ് എക്സാം വരുന്നത്. വളരെ കുറഞ്ഞ സമയമേ ഉള്ളൂ. അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് 11ലെയും 12ലെയും കംപ്ലീറ്റ് പോർഷൻസ് തീർക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ തന്നെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 18 നിങ്ങൾക്കറിയാം, വർഷങ്ങളായിട്ട് നമ്മൾ എൻട്രൻസ് ഫീൽഡിലുണ്ട്. പ്രൊഫസർ PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസിൽ എക്സ്പെർട്ട് ഫാക്കൽറ്റീസ്, അതുപോലെ ഇപ്പം ചാപ്റ്റർ വൈസ് ക്വിക്ക് റിവിഷൻ. നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടൈം ടേബിൾ കിട്ടും, ഓരോ ദിവസവും എടുക്കുന്ന ടോപ്പിക്കുകളെക്കുറിച്ചും. അപ്പോൾ ഓരോ ദിവസവും എടുക്കുന്ന ടോപ്പിക്ക്, അതിൻ്റെ തിയറി ഞങ്ങൾ ബ്രീഫ് ചെയ്യും. അതോടൊപ്പം അതിനാവശ്യമുള്ള ഫോർമുലാസ് നിങ്ങൾക്ക് തരും. ദെൻ ഡെയിലി മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റുകളുണ്ടാവും. അതോടൊപ്പം തന്നെ PYQ ഡിസ്കഷൻസ്. നമ്മൾ ഈ തിയറി പറയുന്നു, ഫോർമുലാസ് പറയുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ദെൻ ഡൗട്ട് ക്ലിയറൻസ്, ഓരോ ടോപ്പിക്കിനെ കുറിച്ചും നിങ്ങൾക്കുള്ള ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യാം. അതല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്താൽ മതി. കോഴ്സിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഇവിടെ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ഇപ്പോൾ 11ലും 12ലും പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ ഈ ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം 11ൽ സ്റ്റേറ്റ് സ്റ്റുഡൻസിന് മാത്രമാണ് ബോർഡ് എക്സാം ഉള്ളൂ. എങ്കിലും സ്കൂളിൽ എക്സാമൊക്കെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി, അതോടൊപ്പം ക്വസ്റ്റ്യൻസ്, മാത്തമാറ്റിക്സിലൊക്കെ ആണെങ്കിൽ ഓരോ എക്സസൈസിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് വീഡിയോസ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ പ്രൊഫസർ പി സി തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസിൻ്റെ യൂട്യൂബ് ചാനലിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ചാപ്റ്ററിൻ്റെയും സബ്ജക്റ്റ് വൈസ് 11ലെയും 12ലെയും കുട്ടികൾക്ക് ആവശ്യമുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാം. ദെൻ ഇനി ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് ക്രാഷിൻ്റെ കാര്യം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ്. ഇനി നമുക്ക് 2025 കീമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞു ഫസ്റ്റ് ചാപ്റ്ററാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഓരോ ചാപ്റ്റേഴ്സ് 1 by 1 ആയിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യും. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാ സബ്ജക്റ്റിലും. ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് വന്നാൽ സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ, അതിനകത്ത് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് എ ബി സി ബി എനി 3 finite set. n of a cross b is equal to 160, n of b cross c equal to 80 and n of c cross a equal to 200. Then n of a is equal to n of a cross b നിങ്ങൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. n of a cross b is equal to n of a into n of b. n of a cross b is equal to n of a into n of b, that is 160. n of b cross c is n of b into n of c, that is 80. n of c cross a, that is n of c into n of a, that is 200. ഇത്ര ഇൻഫോർമേഷനാണ് അവർ തന്നിരിക്കുന്നത്. എന്നിട്ട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് n of a ആണ്. എങ്ങനെ n of a കണ്ടുപിടിക്കാം? നമുക്ക് വേണമെങ്കിൽ ഈ 3 ഇക്വേഷൻ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1 into 2 into 3. n of a into n of a 2 പ്രാവശ്യം വരുന്നുണ്ട്. മൾട്ടിപ്ലൈസ് ദീസ് 3 ഇക്വേഷൻ. n of a into n of b into n of c the whole square. അല്ലെങ്കിൽ ഇവിടെ ഓരോന്നിന് സ്ക്വയർ കൊടുക്കാം. ഈക്വൽ ടു 160 into 80 into 200. നോക്കൂ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? n of a കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. സി n of a സ്ക്വയർ ഇൻറ്റു n of b ഇൻറ്റു n of c എന്ന് പറയുന്നത് നമുക്ക് 80 എന്നറിയാം. അപ്പോൾ അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ 80 സ്ക്വയർ ഇസ് ഈക്വൽ ടു 160 ഇൻറ്റു 80 ഇൻറ്റു 200. ഓക്കെ, ദെൻ ഒരു 80 കട്ട് ചെയ്ത് പോയി. n of a the whole square is equal to 160 into 200 by 80. ഈ 80 റൈറ്റിലേക്ക് പോകുന്നു. this 0 cut, this cut 2 into 2 it become 400. so n of a square equal to 400. so n of a is equal to 20. Fifth option is correct. ഡയറക്റ്റ് ഫോർമുലയാണ് എ ക്രോസ് ബിയുടെ ഫോർമുല. n of a cross b is equal to n of a into n of b. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ f of x equal to x square minus 10x minus 19, then the inverse image of 5. f ഇൻവേഴ്സ് 5 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. f ഇൻവേഴ്സ് 5 ഒന്നുകിൽ ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ച് ചെയ്യണം. അത് കുറച്ച് ലെങ്തി ആയിരിക്കും. അതിൽ എളുപ്പം നിങ്ങൾ ഈ f ഇൻവേഴ്സ് 5 കണ്ടുപിടിക്കണം. അതിനെ x എന്ന് വിളിക്കുന്നു. അപ്പോൾ x എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. ദെൻ രണ്ട് സൈഡിൽ f ഓഫ് എടുത്താൽ ഈ f ഇൻവേഴ്സ് അപ്പുറത്തേക്ക് പോയാൽ 5 ഈക്വൽ ടു f ഓഫ് x എന്ന് എഴുതാൻ പറ്റും. രണ്ട് സൈഡിൽ f ഓഫ് കോമ്പോസിഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫും ഇൻവേഴ്സും ഓപ്പോസിറ്റ് പ്രോസസ്സാണ്. f ഓഫ് f ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ആ ഫംഗ്ഷൻ കിട്ടുന്നു. ദെൻ 5 ഈക്വൽ ടു f ഓഫ് x, അല്ലെങ്കിൽ f ഇൻവേഴ്സ് അപ്പുറത്തേക്ക് കൊണ്ടു അങ്ങനെ ചിന്തിച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ f ഓഫ് എക്സിൻ്റെ പ്ലേസിൽ നമ്മൾ 5 കൊടുക്കും. 5 ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 19, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് 10x മൈനസ് 24 ഈക്വൽ ടു 0. ഇത് റൈറ്റിലേക്ക് കൊണ്ടുപോയി. രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് 24, സം മൈനസ് 10. നമ്പർ ഏതൊക്കെയാണ്? എക്സ് മൈനസ് 6 ഇൻറ്റു എക്സ് മൈനസ് 4 ഈക്വൽ ടു 0. തെറ്റിയില്ലോ? പ്രോഡക്റ്റ് അപ്പോൾ പ്ലസ് 24 അല്ലേ കിട്ടുള്ളൂ. നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 10ഉം 12ഉം
2 എടുക്കാം, ഇപ്പോൾ കുഴപ്പമില്ല. 12ഉം 2 എടുക്കാം. പ്രോഡക്റ്റ് -24 സമ്മ് 10 കിട്ടും. ഇതിനകത്ത് നിന്ന് എക്സ് ഈക്വൽ ടു 12 എന്നും കിട്ടും, എക്സ് ഈക്വൽ ടു -2 എന്നും കിട്ടും അല്ലേ. എക്സ് ഈക്വൽ ടു 12 ആൻഡ് -2. എക്സ് ഈക്വൽ ടു 12. എക്സാ കണ്ടുപിടിക്കേണ്ട. എഫ് ഇൻവേഴ്സ് 5 ഈക്വൽ ടു നമ്മൾ എക്സ് എന്ന് വിളിച്ചിരിക്കുന്നു. 5 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് കിട്ടുന്നു. ഈ എഫ് ഓഫ് എക്സിൻ്റെ പ്ലേസിൽ 5 കൊടുക്കുന്നു, എക്സിൻ്റെ വാല്യൂ കിട്ടുന്നു. അതാണ് കണ്ടുപിടിക്കേണ്ടത്. -2, 12 സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ യു ബി ദ യൂണിവേഴ്സൽ സെറ്റ്, ലെറ്റ് എ ആൻഡ് ബി ബി എനി 2 സബ്സെറ്റ് ഓഫ് യു. എൻ ഓഫ് യു തന്നിട്ടുണ്ട്, എൻ ഓഫ് എ ഉണ്ട്, എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഉണ്ട്, എ യൂണിയൻ ബി ഉണ്ട്, ബി കോംപ്ലിമെൻ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, ബി ഡാഷ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം, അതല്ലെങ്കിൽ വെൻ ഡയഗ്രാം യൂസ് ചെയ്യാം. ഐദർ യൂസിങ് ഫോർമുല ഓർ യൂസിങ് വെൻ ഡയഗ്രാം. ഏത് അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. എ ബി യൂണിവേഴ്സൽ സെറ്റിൽ ടോട്ടൽ 25 എലമെൻറ്റ്സ് ഉണ്ട്. എ ഇൻ്റർസെക്ഷൻ ബി സ്റ്റാർട്ട് ചെയ്യണം. എ ഇൻ്റർസെക്ഷൻ ബിയിൽ 6 എലമെൻറ്റ്സ് ആണുള്ളത്. ദെൻ എൻ ഓഫ് എയിൽ 14 എലമെൻറ്റ്സ് ഉണ്ട്. 6 ഇവിടെ എഴുതിയ സ്ഥിതിക്ക് ബാക്കി 8 ഇവിടെ വരും. 8 + 6 14 വരും. ദെൻ എൻ ഓഫ് എ യൂണിയൻ ബി, എയിലും ബിയിലൂടെ ചേർത്ത ടോട്ടൽ 20 ആണ്. അപ്പോൾ 14 ഇവിടെ എഴുതി, ബാക്കി 6 അല്ലേ ഇവിടെ വരുള്ളൂ. എ യൂണിയൻ ബി ഇത് കംപ്ലീറ്റ് ചേർന്നാൽ 20 ആണ് കേട്ടോ. എ യൂണിയൻ ബി കംപ്ലീറ്റ് 20 ആണ്. അപ്പോൾ ബാക്കി വരുന്നത് ഇവിടെ 14 വന്നു, ബാക്കി 6 ഇവിടെ വന്നു. ക്ലിയർ? അതല്ലെങ്കിൽ നിങ്ങൾ ഫോർമുല അപ്ലൈ ചെയ്തോളൂ. അപ്പോൾ ഇത് ടോട്ടൽ 20 വന്നു. യൂണിവേഴ്സൽ സെറ്റിൽ 25 ആണ്, ബാക്കി 5 സർക്കിളിന് പുറത്തും വരുന്നു. എൻ ഓഫ് ബി കോംപ്ലിമെൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. എൻ ഓഫ് ബി കോംപ്ലിമെൻറ്റ്, അതായത് ബിക്ക് പുറത്ത് വരുന്നത്. എൻ ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഔട്ട്സൈഡ് ബി. ഔട്ട്സൈഡ് ബി ആരൊക്കെയുണ്ട് നോക്കൂ. എൻ ഓഫ് ബി കോംപ്ലിമെൻറ്റ് ഇത് ഇവർ രണ്ടുപേരും ബിക്ക് പുറത്തല്ലേ. ഈ 8ഉം ഈ 5ഉം ഇവർ രണ്ടും ബിക്ക് പുറത്താണ് അല്ലേ. സോ ആൻസർ ബിക്കം 13. സെക്കൻഡ് ഓപ്ഷൻ ആൻസർ ബിക്കം 13. 8ഉം 5ഉം ബിക്ക് പുറത്താണ്. ആൻസർ ബിക്കം 8 + 5 13. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ എ ആൻഡ് ബി ബി 2 ഫൈനൈറ്റ് സെറ്റ്. എൻ ഓഫ് എ തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി. നമ്പർ ഓഫ് ഫംഗ്ഷൻ അല്ല, നമ്പർ ഓഫ് റിലേഷൻ. നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബിയുടെ ഫോർമുല എന്തായിരുന്നു? നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി 2 raised to n of a into n of b, which is equal to 128. Number of relation from a to b. n of a 7 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 2 raised to n of a is 7 into n of b is equal to 2 raised to 7. 128 എന്ന് പറയുമ്പോൾ 2 raised to 7 ആണ്. ബേസ് സെയിം ആണ്. നിങ്ങൾക്ക് പവർ ഇക്വേറ്റ് ചെയ്യാം. പവർ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? n of b is equal to equating the powers. n of b equal to 1 എന്ന് കിട്ടും. n of b is equal to 1. So fourth option കിട്ടും. Fourth option. Next question. The relation R. ഇത് 12th ടോപ്പിക്കിൽ നിന്നാണ്. റിഫ്ലെക്സീവ് സിമ്മട്രിക് ട്രാൻസിറ്റീവ് റിലേഷനുമായ ക്വസ്റ്റ്യൻ ആണ്, ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ ആർ 1 3 2 3 2 4 എക്സെട്ര. അതിനകത്ത് ഏറ്റവും ആദ്യം നമുക്ക് റിഫ്ലെക്സീവ് ചെക്ക് ചെയ്യാം. നോക്കൂ, 1 1 ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് റിഫ്ലെക്സീവ് അല്ലേ. 1 1 2 2 3 3 4 4 ഇതെല്ലാം പറഞ്ഞെങ്കിൽ റിഫ്ലെക്സീവ് ആവുള്ളൂ. ഇത് റിഫ്ലെക്സീവ് അല്ല, പറ്റില്ല. ദെൻ നമുക്ക് എളുപ്പമുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. സിമ്മട്രിക് നോക്കാം. സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ ഇത് സിമ്മട്രിക് അല്ല, കാരണം 1 3 ഉണ്ട്, 3 1 ഉണ്ട്, നോ പ്രോബ്ലം. 2 3 വന്ന സ്ഥിതിക്ക് ആര് വേണം? 3 2 വേണം. എ ബി ഉണ്ടെങ്കിൽ ബി എ വേണം. എ ബി ഇല്ലെങ്കിൽ ബി എ വേണമെന്നില്ല. എ ബി അവിടെ ഉണ്ടെങ്കിൽ ബി എ വേണം. അപ്പോൾ 2 3 ഇവിടെ ഉണ്ട്, ബട്ട് 3 2 ഇല്ല. സോ ഇറ്റ് ഈസ് നോട്ട് സിമ്മട്രിക്. ഫോർത്ത് ഓപ്ഷൻ കിട്ടും. ഇറ്റ് ഈസ് നോട്ട് സിമ്മട്രിക്. ഓപ്ഷൻ ബേസ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇത് 1 1 അല്ല, അതുപോലെ തന്നെ ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ എളുപ്പമുള്ളത് ആദ്യം ചെക്ക് ചെയ്തു എന്നുള്ളൂ.
എൻട്രൻസിന് നമുക്ക് ടൈമല്ലേ പ്രധാനപ്പെട്ട ഘടകം. അടുത്തത്, 2 sets A and B are having 11 elements common. എയിലും ബിയിലും 11 elements കോമൺ ആണ്. സി n of A and n of B. അതിനകത്ത് എത്ര എലമെന്റ് ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ രണ്ടിലും 11 elements കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ എ ക്രോസ് ബിക്കകത്ത് എത്ര എലമെന്റ് കോമൺ ആയിരിക്കും? 11 × 11 എലമെന്റ് കോമൺ ആയിരിക്കും അല്ലേ? എൻ ഓഫ് എ ക്രോസ് ബി എന്ന് വെച്ചാൽ എൻ ഓഫ് എ × എൻ ഓഫ് ബി ആണ്. കോമൺ ആയിട്ട് 11 എലമെന്റേ ഉള്ളൂ. സോ 11 × 11 ആൻസർ ഈസ് 11² 121. എയിൽ 11 elements കോമൺ, ബിയിൽ 11 elements കോമൺ. സോ എ ക്രോസ് ബിയിൽ 11 × 11 121 elements കോമൺ. വീണ്ടും 12th പോർഷനിലേക്ക് വന്നു. നേരത്തെ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ. ആർ എന്ന് പറയുന്ന റിലേഷൻ ഫ്രം ദ സെറ്റ്. ആദ്യം നമുക്ക് റിഫ്ലെക്സീവ് ചെക്ക് ചെയ്യാം. 4 4 ഉണ്ട്, 4 4 5 5 7 7 8 8 9 9. സോ ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. ദെൻ സിമ്മട്രിക് ആണോ? സിമ്മട്രിക് ആണോ എന്ന് നോക്കാം. 4 5 ഉണ്ടെങ്കിൽ യെസ്, സിമ്മട്രിസിറ്റി നോട്ട് സിമ്മട്രിക് ആണ്. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണ്. നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ? റിഫ്ലെക്സീവ് ആണ്. പിന്നെ ബാക്കിയിലേക്ക് പോകണേ എന്താ? എ എ എല്ലാ ഓർഡേഡ് പേരും ഉണ്ട് അല്ലേ? 4 4 5 5 7 7 8 8 9 9 എല്ലാ ഓർഡേഡ് പേരും ഉണ്ട്. സോ ഇറ്റ് ഈസ് റിഫ്ലെക്സീവ്. ബാക്കി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് എലമെന്റ്സ് കോമൺ ടു ബോത്ത് എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ. തൊട്ട് മുൻപ് ചെയ്ത 2 ക്വസ്റ്റ്യൻ മുമ്പ് നമ്മൾ ചെയ്തതാണ്. എയിലും ബിയിലും എത്ര എലമെന്റ് കോമൺ ഉണ്ടെന്ന് നോക്കിയാൽ മതി. എയിലും ബിയിലും 3 ഈസ് കോമൺ ആൻഡ് 4 ഈസ് കോമൺ. 3ഉം 4ഉം എയിലും ബിയിലും കോമൺ ആണ്. അതുകൊണ്ട് എ ക്രോസ് ബിയിലും ബി ക്രോസ് എയിലും എത്ര എലമെന്റ് കോമൺ വരും? 2 × 2. ഓക്കെ, ദാറ്റ് ഈസ് 4 element. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. 11 × 11 എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തില്ലേ? അതുപോലെ തന്നെ എ ആൻഡ് ബി ഹാസ് 2 elements ആർ കോമൺ. സോ എ ക്രോസ് ബി ആൻഡ് ബി ക്രോസ് എ ഹാസ് 2 × 2 4 elements ആർ കോമൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഇസ് എ സെറ്റ് which contains positive multiples of 2 less than 36. A യിൽ വരുന്നത് 2 4 6 അങ്ങനെ 36 വരെയും, ബി യിൽ വരുന്നത് 3 9 അല്ല, മൾട്ടിപ്പിൾസ് ഓഫ് 3 ഗ്രേറ്റർ ദാൻ 16 അപ്പോൾ 18 സ്റ്റാർട്ട് ചെയ്താൽ മതി. 18 21 അങ്ങനെ പോകും എക്സെട്ര. സിക്കകത്ത് വരുന്നത് പോസിറ്റീവ് മൾട്ടിപ്പിൾ ഓഫ് 4 ലെസ് ദാൻ 42, 42നേക്കാൾ ചെറുത് 4 8 എക്സെട്ര അങ്ങനെ പോകും. ലാസ്റ്റ് 40. ഓക്കെ, ഇതിലെല്ലാത്തിലും ഇന്റർസെക്ഷനിൽ എന്ന് പറയുമ്പോൾ ഏതിൻ്റെയൊക്കെ മൾട്ടിപ്പിൾ ഉണ്ട്? 2 ഉണ്ട്, 3 4. ഈ 3 നമ്പറിന്റെ മൾട്ടിപ്പിൾസ് അല്ലേ എല്ലാത്തിലും വരുന്നത്. അതിൻ്റെ LCM നോക്കിയാൽ മതി. അതിൻ്റെ LCM ആയിരിക്കും കോമൺ ആയിട്ട് വരിക. 2 3 4ന്റെ LCM എത്ര കിട്ടും? 12. അപ്പം 12ന്റെ മൾട്ടിപ്പിൾസ് നോക്കിയാൽ മതി. 12ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറയുമ്പോൾ 12 36 48, അതിൻ്റെ ഇടയ്ക്ക് ഒരു 24 വരും. 12 24 36 48. നമ്മളതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. 36 വരെ മാക്സിമം പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആരെയൊക്കെ എടുക്കാൻ പറ്റില്ല? 12 പറ്റില്ല, കാരണം ബി സമ്മതിക്കില്ല. 48 പറ്റില്ല, റീസൺ എയും സിയും സമ്മതിക്കില്ല. 24 ആൻഡ് 36 ഓപ്ഷൻ 4th ഓപ്ഷൻ. ഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി സെറ്റിൽ എലമെന്റ്സ് കംപ്ലീറ്റ് എഴുതിയെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻ ഓഫ് എ ഹാസ് 8 elements. എ എന്ന് പറഞ്ഞ സെറ്റിൽ 8 element ഉണ്ട്. ദെൻ ദ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ വിച്ച് കണ്ടെയ്ൻ 2. എക്കകത്ത് ഇപ്പോൾ 1 2 3 എക്സെട്ര 8 element ഉണ്ടെന്നിരിക്കട്ടെ. എത്ര സബ്സെറ്റ് ഉണ്ടാവും? വിച്ച് കണ്ടെയ്നിങ് 2, 2 element കണ്ടെയ്ൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 1 2 1 3 1 4 അങ്ങനെ 2 element കണ്ടെയ്ൻ ചെയ്യുന്നത്.
എൻ ഓഫ് എ 8 ആയതുകൊണ്ട് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ 1 2 3 അങ്ങനെ 8 വരെ. അപ്പോൾ നിങ്ങൾ സബ്സെറ്റ് എഴുതുമ്പോൾ 8ൽ നിന്ന് 2 എലമെൻ്റ് എടുത്തു 8C2 എന്നിട്ട് സബ്സെറ്റ് ഉണ്ടാക്കിക്കോ. 1 2 ആവും, 1 3 ആവും, 1 4 ആവും, 2 3 ആവും, എന്തായാലും എനിക്ക് പ്രശ്നമില്ല. ഓർ മീൻസ് അല്ലെങ്കിൽ പ്ലസ് 6 എലമെൻ്റ് എടുത്തോളൂ. 8ൽ നിന്ന് 6 എലമെൻറ്റ് കോമ്പിനേഷനിലേക്ക് പോയിട്ടോ, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ. ഔട്ട് ഓഫ് 8ൽ നിന്ന് 6 എലമെൻ്റ് എടുക്കുന്നു. സി നിങ്ങൾ കോമ്പിനേഷനിൽ പഠിക്കുന്നുണ്ട് NCR ഈക്വൽ ടു NCN-R. അപ്പോൾ 8C2 പ്ലസ് 8C2 N-R, N8 ആണ്, R6 ആണ്, N-R. സോ 2 into 8C2 which is equal to 2 into 8C2 എങ്ങനെ എഴുതും? 8 into 7 by 1 into 2. ഇത് രണ്ടും കട്ട് ചെയ്ത് പോയി. ആൻസർ 56. ഫോർത്ത് ഓപ്ഷൻ വരും. ഫോർത്ത് ഓപ്ഷൻ. ഓക്കെ. 8C2 എന്ന് പറഞ്ഞാൽ 8C3 ആണെങ്കിലോ 8 into 7 into 6 3 ടൈം എഴുതണം ബൈ 1 into 2 into 3. 8C4 ആണെങ്കിലോ 8 into 7 into 6 into 5 ബൈ 1 into 2 into 3 into 4. ഓക്കെ. പെർമ്യൂട്ടേഷൻ പി ആണെങ്കിൽ ആ ഡിവൈഡഡ് ബൈ വേണ്ട, നമ്പറൊക്കെ വരുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഫാക്ടോറിയൽ അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. നമ്പർ വരുമ്പോൾ ഫാക്ടോറിയലിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ചെയ്താലും പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. 56. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. ഇത് കോമ്പോസിഷനുമായി ബന്ധപ്പെട്ടതാണ്. കോമ്പോസിഷൻ f(x) is equal to ax plus bx square. Then the coefficient of f of x. Coefficient of f of x. നോക്കൂ, ഇതാണ് f of x. f of 1 എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുക്കും. f of 2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പ്ലേസിൽ 2 കൊടുക്കും. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കൂ. f of x which is equal to, നോക്കൂ, ഈ എക്സിൻ്റെ പ്ലേസിൽ f of x കൊടുത്തു. റൈറ്റിലും അത് തന്നെ ചെയ്യൂ. a into f of x പ്ലസ് b into f of x സ്ക്വയർ. മനസ്സിലാവുന്നുണ്ടോ? ഈ എക്സിൻ്റെ പ്ലേസിൽ ഞാൻ f of x കൊടുത്തു. അപ്പോൾ ഇവിടെ f of x കൊടുത്തു, ഇവിടെ f of x കൊടുത്തു. വിച്ച് ഇസ് ഈക്വൽ ടു a ഇൻറ്റു f of x എന്താണ്? f of x എന്ന് പറഞ്ഞാൽ ax പ്ലസ് bx സ്ക്വയർ ആണ്. അവിടെ ax പ്ലസ് bx സ്ക്വയർ കൊടുക്കുന്നു പ്ലസ് b ഇൻറ്റു ഇവിടെ ax പ്ലസ് bx സ്ക്വയർ കൊടുക്കുന്നു ദ ഹോൾ സ്ക്വയർ. ഇവിടെ f of x, അവിടെ f of x റീപ്ലേസ് ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ ഇത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എ സ്ക്വയർ എക്സ് പ്ലസ് എ ബി എക്സ് സ്ക്വയർ. കാരണം അവർ എക്സ് ക്യൂബിൻ്റെ കോയഫിഷ്യൻ്റാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലസ് ഇവിടെയാണ് ആവശ്യം ബി ഇൻറ്റു എ പ്ലസ് ബി ഹോൾ ക്യൂബ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ കോയഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ബി ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരേ ഒരു ടേമാണ് എക്സ് ക്യൂബിൻ്റെ വരുന്നത്. ഈ ബി ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ab സ്ക്വയർ എക്സ് ക്യൂബ്. ദാറ്റ് ഈസ് ഫിഫ്ത്ത് ഓപ്ഷൻ വരും. 2ab സ്ക്വയർ എക്സ് ക്യൂബ്. ഓക്കെ, ഫിഫ്ത്ത് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, ടു ഫൈനൈറ്റ് സെറ്റ് എ ആൻഡ് ബി ഹാവ് എം ആൻഡ് എൻ എലമെൻറ്റ്സ് റെസ്പെക്റ്റീവ്ലി. ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ. ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2m ആയിരിക്കും. എൻ്റെ ഒരു കളർ വേണ്ട. 2m അല്ലേ? എയിൽ m എലമെൻ്റ് ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് സബ്സെറ്റ് 2m ഈസ് വാട്ട്? ടോട്ടൽ നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ ഈസ് വാട്ട്? എ ഈസ് 48 more than what? Total number of subset of B. Clear? Total number of subset of A is what? 48 more than total number of subset of B. ഇതിനകത്ത് നമുക്ക് എന്ത് എഴുതാം? 2m minus 2n is equal to 48. ഇത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു. ഓപ്ഷനിൽ ചെക്ക് ചെയ്താലും മതി. 2⁶ എത്രയാണ്? 2⁶ എന്ന് പറയുമ്പോൾ 64 അല്ലേ? 48 കിട്ടണമെങ്കിൽ 2�3, that is 8. 64 minus 8, that is 48 അല്ലേ? സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് 48 കിട്ടും. അപ്പോൾ നമുക്ക് 6ഉം 3ഉം എടുക്കാം. 6ഉം 3ഉം എടുക്കാം, ശരിയല്ലേ?
48 മോർ ദാൻ സബ്സെറ്റ് ഓഫ് ബി. തെറ്റി 64 മൈനസ് 8 50 അല്ല 48 ആണ്. ഒരു പവറോടെ കൂട്ടാം 2⁴ ആയിക്കോട്ടെ. അപ്പോൾ 16. ഓക്കെ, 16 64 54 8. അപ്പോൾ 6 and 4 സെക്കൻഡ് ഓപ്ഷൻ. സോറി കേട്ടോ, സെക്കൻഡ് ഓപ്ഷൻ. 64 minus 16, that is 48. Next question. A and B are the subset of universal set U such that n of U 800. നമുക്ക് വെൻ ഡയഗ്രാം വരച്ച് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഞാനിപ്പോൾ വെൻ ഡയഗ്രാം വരയ്ക്കുന്നു. രണ്ട് സെറ്റാണുള്ളത്, എയും ബിയും. ഓക്കെ, അതിനകത്ത് രണ്ട് സർക്കിളോടെ വരയ്ക്കാം. എ ബി. എ ഇൻ്റർസെക്ഷൻ ബി ആദ്യം എഴുതാം, 100. ദെൻ എൻ ഓഫ് എ 300 ആണ്. എൻ ഓഫ് എ 300. അപ്പോൾ ഇവിടെ 100 കൊടുത്താൽ റിമൈനിങ് 200. എൻ ഓഫ് ബി 400 ആണ്. ഇവിടെ 100 എഴുതിച്ചതിക്ക് റിമൈനിങ് 300. കാരണം ടോട്ടൽ 400 കിട്ടിക്കോളും. യൂണിവേഴ്സൽ സെറ്റിൽ ടോട്ടൽ വരുന്നത് 800 ആണ്. നോക്കൂ, സർക്കിളിനകത്ത് എത്ര കിട്ടി നോക്കൂ, 300 അല്ലെ, 200 പ്ലസ് 100 പ്ലസ് 300 600 കിട്ടി. ബാക്കിയുള്ള 200 ഇതിന് പുറത്തു വരും. ഇത്രയൊക്കെ അല്ലേ? ഇനി എന്താണ് ക്വസ്റ്റ്യൻ? ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് എ ആൻഡ് ഔട്ട്സൈഡ് ബി, ദാറ്റ് ഈസ് ഔട്ട്സൈഡ് ഓഫ് ബോത്ത് എ ആൻഡ് ബി. അതായത് അവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഡി മോർഗൻസ് ലോ അപ്ലൈ ചെയ്താൽ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. ഓക്കെ, അതായത് എക്കും ബിക്കും പുറത്തായിരിക്കണം. അപ്പോൾ ആരെ ഉദ്ദേശിക്കുന്നത്? ഈ 200നെ ഉദ്ദേശിക്കുന്നത്. ഔട്ട്സൈഡ് എ ആയിരിക്കണം, ഔട്ട്സൈഡ് ബി ആയിരിക്കണം. ക്ലിയർ? അപ്പോൾ ആ 200 മാർക്ക് ചെയ്യാം. അതായത് 5th ഓപ്ഷൻ കിട്ടും. ഓക്കെ, 5th ഓപ്ഷൻ കിട്ടും. യെസ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. 13 ക്വസ്റ്റ്യൻസ് സെറ്റ് റിലേഷൻ ഫംഗ്ഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് 13 ക്വസ്റ്റ്യനാണ് കഴിഞ്ഞ വർഷം കേരള എൻട്രൻസിന് ചോദിച്ചത്. അപ്പോൾ ഇതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.